അഭിമന്യ തിരുമേനി, വേദിയിൽ ഉപേക്ഷിച്ചായ ശ്രേഷ്ഠ വ്യക്തികളെ, സദസ്സിനെ അലങ്കരിക്കുന്ന നാനാ ശ്രേണികളിൽ എത്തിയിരിക്കുന്ന ഏവരുമേ, എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇതൊരു ചരിത്ര സെമിനാർ ആയതിനാൽ ഞാൻ ചില ചരിത്ര സത്യങ്ങൾ പറയുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ കടുത്തുരുത്തി ഉണ്ടായത്? എന്തായിരുന്നു വടക്കങ്കൂർ രാജവംശത്തിൻ്റെ ചരിത്രം? ഈ രാജവംശവും ഇതിൻ്റെ വംശാവലിയും പെൻഷനായത് എങ്ങനെയാണ്? ഇത് വളരെ ലഘുവായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കടുത്തുരുത്തി എന്ന സ്ഥലപ്പേരുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു കഥ പറയുന്നത് കരദൂഷണന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൊണ്ടുവന്നൊരു കഥയാണ്. അത് ക്ഷേത്ര സംബന്ധിയായുള്ള ഒരു ഐതിഹ്യ കഥയാണ്. കമ്പരാമായണം AD 950 എഴുതിയപ്പോൾ വളരെ ശ്രദ്ധേയമായി കരദൂഷണന്മാർ കരവേലന്റെ രാജ്യം, രാവണന്റെ രാജ്യം തെക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഖാരവേലന്റെയും കരദൂഷണന്റെയും കഥ വളരെ ഭംഗിയായി പറഞ്ഞു. 12ാം നൂറ്റാണ്ടായപ്പോൾ പാണ്ഡ്യദേശത്ത് നിന്ന് ബ്രാഹ്മണർ കടുത്തുരുത്തി ക്ഷേത്രത്തിലേക്കും കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്കും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കും വന്നു. അവർ കൊണ്ടുവന്നൊരു കഥയാണ് ഈ കരദൂഷണന്റെ കഥ എന്ന് പറയുന്നത്. 15ാം നൂറ്റാണ്ടിൽ വന്ന കഥ. എനിക്ക് കഥയ്ക്കെതിരല്ലേ, ഞാൻ ചരിത്രം പറയണം, എന്നെ അടിക്കാൻ വന്നുകളയരുത്. രണ്ടാമത് പറയുന്നത്, ഇവിടെ കടൽ തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്തുള്ള സ്ഥലമായതുകൊണ്ട് കടുത്തുരുത്തി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇവിടെ തുരുത്തുണ്ടായിരുന്നു, പക്ഷെ ആ തുരുത്ത് അപ്രത്യക്ഷമായത് 8ാം നൂറ്റാണ്ടിലാണ്. 8ാം നൂറ്റാണ്ടിൽ AD 709 കഴിഞ്ഞപ്പോൾ കേരളത്തിലൊരു ജോഗ്രാഫിക്കൽ ഫിനോമിനൻ ഉണ്ടായി. കടൽ പുറകോട്ട് മാറിയ ഒരു ഫിനോമിനൻ. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന് തെക്ക് കടൽ പുറകോട്ട് മാറി. വൈക്കം എന്ന സ്ഥലത്തിന്റെ പേര് പുതിയ ഭൂമി എന്നാണ്. കടൽ പുറകോട്ട് മാറി AD 709 പൊങ്ങി വന്ന സ്ഥലമാണ് വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രം പണിഞ്ഞു. ഇവിടെ ഒരു തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്തിൽ നിന്ന് കടൽ 25-30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ അറബിക്കടൽ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നു. അപ്പൊ AD 709 കഴിഞ്ഞ പിന്നെ കടത്തുരുത്തിയിൽ തുരുത്തില്ല, തുറമുഖം ഇല്ല. ഏറ്റുമാനൂർ മണ്ണേറി വന്ന നിരപ്പായ സ്ഥലമാണ്. ഈ കടൽ പുറകോട്ട് മാറിയപ്പോൾ AD 750 പൊങ്ങി വന്ന സ്ഥലമാണ് ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലം. കോട്ടയം പട്ടണത്തിന്റെ അവിടെ 1 കിലോമീറ്റർ കോടി മതിക്കുന്ന സ്ഥലമുണ്ട്. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമാണ്. കടൽ അവിടെയാണ് നിന്നിരുന്നത്. അത് അവിടുന്ന് പുറകോട്ട് പോയി. കുമരകം മണ്ണ് കുമരകി, കടൽ പുറകോട്ട് മാറിയപ്പോൾ മണ്ണ് കുമരകി പൊങ്ങി വന്ന സ്ഥലമാണ്. ചേർത്തല കടലിനടിയിലായിരുന്നു. കടലിന് പുറകോട്ട് മാറിയപ്പോൾ കരയുമായി ചേർക്കപ്പെട്ട തല, അതാണ് ചേർത്തല എന്ന് പറയുന്നത്. കൊല്ലത്തെത്തിയപ്പോഴേക്കും ഒരു 12 കിലോമീറ്റർ നീളത്തിലാണ് കര പൊങ്ങി വന്നത്. അതുകൊണ്ട് നാട്ടുകാരെ എന്നെ വിളിച്ചു നീണ്ട കര എന്ന് വിളിച്ച്. 12 കിലോമീറ്റർ നീളത്തിൽ 8 കിലോമീറ്റർ വീതിയിൽ ഒരു കരയിഞ്ഞ് കയറി വരികയാണ്. അങ്ങനെ കടൽ പുറകോട്ട് മാറി. കുട്ടനാട്ടിലൊക്കെ ആണെങ്കിൽ 35 കിലോമീറ്റർ പുറകോട്ട് മാറി. NSS ഹെഡ്ക്വാർട്ടേഴ്സ് പെരുന്നയിൽ ഒരു കിണർ കുഴിച്ചു. 30 അടി കുഴിച്ച് ചെന്നപ്പോൾ ഒരു വലിയ ബോട്ട് ഇരിക്കുന്നു അതിനടിയിൽ. നാരായണ പണിക്കരനെ വിളിച്ചു. ഞാനെന്ന കോട്ടയം SP ആണ്. ഞങ്ങൾ ചെയ്യുന്ന മണ്ണൊക്കെ മാറ്റി ആ കപ്പൽ പുറത്തെടുത്തു. കാർബൺ ഡേറ്റിംഗ് ചെയ്തപ്പോൾ 1200 കൊല്ലം പഴക്കമുള്ള കപ്പലാണ് ഈ മണ്ണിനടിയിൽ ഇരിക്കുന്നത്. അപ്പൊ കടുത്തുരുത്തിയിൽ തുരുത്തുണ്ടായിരുന്നു വെച്ചാൽ തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്ത് AD 8ാം നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായി. പിന്നെ ഇവിടെ തുരുത്തില്ല. പിന്നെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ കാടന്മാർ എന്ന് പറയുന്ന ജനവിഭാഗമായിരുന്നു. ആ കാടന്മാരെ ഒരു 400 കൊല്ലത്തിന് മുമ്പാണ് തൊടുപുഴയ്ക്ക് അപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറ്റി വിട്ടത്. ആ കാടന്മാർ താമസിച്ച സ്ഥലമായിട്ട് അതിനെ വിളിച്ച പേരാണ് കാടന്തേരി എന്ന് പറഞ്ഞ സ്ഥലം. കാടന്മാർ എന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അന്നത്തെ ആദിവാസികൾക്ക് വളരെ പ്രഗത്ഭനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കടുത്ത എന്ന് പറയുന്നത്. കടുത്ത ആദിവാസികളുടെ രാജാവാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ കൂടെ ഉദയനെ നേരിടാൻ പോയ കറുപ്പയുടെയും കടുത്തയുടെയും ചരിത്രം നമ്മൾ വായിക്കുന്നു. അയ്യപ്പന്റെ കഥയിൽ പറയുന്ന കടുത്ത തന്നെയാണോ ഇവിടെ ഭരിച്ചിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അമ്പലപ്പുഴ തൊട്ട് ആലങ്ങാട് വരെ ശബരിമല അയ്യപ്പന്റെ കൈ എത്തിയിരുന്നുണ്ട്. അത്രയും ദൂരേ ഉള്ളൂ കടുത്തുരുത്തിയിലേക്ക്. അപ്പോൾ ശബരിമലയിലെ കഥയിൽ പറയുന്ന കടുത്തയും കടുത്തുരുത്തിയിലെ കടുത്ത ഒന്നാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ കടുത്ത ഭരിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് കടുത്തയുടെ കടുത്തുരുത്തി എന്ന് വിളിക്കപ്പെടാൻ ഒരു ന്യായം. ഇങ്ങനെ കടുത്തുരുത്തി ഉണ്ടായതിനെ പറ്റി 5-8 കഥകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. പിന്നെ ഇത്ത എന്നൊരു വാക്ക്, അക്ഷരം മലയാള ഭാഷ വരുന്നത് 10ാം നൂറ്റാണ്ടിന് ശേഷമാണ്. തമിഴ് ഭാഷയിൽ 19 അക്ഷരങ്ങളേ ഉള്ളൂ. തമിഴ് ഭാഷയിൽ കൂട്ടക്ഷരമില്ല. ഇത്ത, ഇപ്പ, ഇണ്ണ, ഇത്ത, ഇങ്ങ ഇതൊന്നും തമിഴ് ഭാഷയിലില്ല. അപ്പൊ തമിഴ് ഭാഷയും സംസ്കൃതവുമായി ചേർന്ന ശേഷം 11ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്ത എന്നൊരു അക്ഷരം മലയാളത്തിൽ വരുന്നത്. അതുകൊണ്ട് കടുത്തുരുത്തി എന്നൊരു വാക്ക് 11ാം നൂറ്റാണ്ടിന് ശേഷമേ ഉണ്ടാവാൻ പറ്റൂ. അതുകൊണ്ട് ഒരു 12ാം നൂറ്റാണ്ടിനോട് കൂടിയാണ് കടുത്തുരുത്തി എന്ന
ഡബിൾ കൂട്ടക്ഷരം രണ്ടെണ്ണം വരുന്ന ഒരു സ്ഥലപ്പേര് രൂപീകൃതമായത്. ഇനി കടുത്തുരുത്തിയിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ജനവിഭാഗം, അവരെ പറ്റി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കടുത്തുരുത്തിയിൽ കേരളത്തിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ നമ്മൾ ആദിവാസികൾ എന്ന് വിളിക്കപ്പെടുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. തിരുവനന്തപുരം ജില്ല ഭരിച്ചിരുന്നത് പുലയന്മാരാണ്. പുലയന്മാർ രാജാവായിരുന്നു പുലയനാർ. അയാളുടെ കോട്ടയാണ് പുലയനാർ കോട്ട, TB സാനിറ്റോർ ഇരിക്കുന്ന സ്ഥലം. പത്മനാഭസ്വാമി ക്ഷേത്രം പെരുമാട്ട് കാളി എന്ന് പറയുന്ന ഒരു പുലയ സ്ത്രീയുടെ ആയിരുന്നു. പുലയ സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് വേണാട് രാജ്യം എടുത്ത് അവിടെ പണിയുന്നത്. നെടുമങ്ങാട് രാജാക്കന്മാർ പുലയന്മാരായിരുന്നു. പുലത്തിൽ അല്ലെങ്കിൽ കൃഷിഭൂമിയിൽ താമസിക്കുന്നതെന്നാണ് പുലയൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ മധ്യ കേരളം ഭരിച്ചിരുന്നത് കുറവന്മാരായിരുന്നു. കുറവന്മാർ സംഘകാല കാട്ടത്തിലെ മുഴുവൻ രാജാക്കന്മാരും കുറവന്മാരാണ്. കണ്ണകി കുറത്തിയാണ്. അവിടുത്തെ സംഘകാലത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരികൾ ഇളവേണി, കുറമകൾ, ചാത്തി 5 പേരും കുറത്തികളാണ്. കൊടുങ്ങല്ലൂർ അമ്മ കുറത്തിയാണ്. നമ്മുടെ പ്രസിദ്ധമായ പാമ്പക്കാളി കുറത്തിയാണ്. അപ്പൊ ഇങ്ങനെ കുറവരുണ്ടായിരുന്ന ഒരു സമയത്ത് ആണ് അവര് ബുദ്ധമതം സ്വീകരിച്ചു. ഇവിടെ കളബ്രർ എന്നൊരു രാജവംശം വന്നു. ആ കളബ്രര് അവിടെ ആദ്യത്തെ 2 തലമുറ ജൈനന്മാരായിരുന്നു. പിന്നെ അവര് അച്യുത വികണ്ഠനെ പോലെ വലിയ പ്രഗത്ഭനായ രാജാക്കന്മാരുണ്ടായി. ഈ കളബ്രർ രാജവംശത്തെ AD 646 തമിഴ്നാട് ഭരിച്ചിരുന്ന കടുങ്ങോൺ എന്ന രാജാവ് പരാജയപ്പെടുത്തി ബുദ്ധമതത്തിലെയും ജൈനമതത്തിലെയും പുരോഹിതന്മാരെ കൊണ്ടുപോയി മധുരയിൽ 8000 തൂക്കിലേറ്റി. അതിനുശേഷം ബുദ്ധമതത്തെ അടിച്ചമർത്തുമ്പോൾ അതിന്റെ പരിണിതഫലമായി ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമത ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഹിന്ദുമത ക്ഷേത്രങ്ങളായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന വലിയൊരു ഘടകം ഉണ്ടായി. ചരിത്രം പറയുന്നുണ്ട്, ഇനി ആരും വഴക്കുണ്ടാക്കാൻ വരല്ലേ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ട്രാൻസ്ഫർമേഷനാണ്. ആ ഹിസ്റ്റോറിക്കൽ ട്രാൻസ്ഫർമേഷൻ സമയത്ത് ബുദ്ധമതത്തിൽ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഈ അടിച്ചമർത്തൽ സഹിക്കവയ്യാതെ ക്രിസ്തുമതം സ്വീകരിച്ചു. അപ്പോൾ ബുദ്ധമത പള്ളികളെ വിളിക്കുന്ന പേരാണ് പള്ളി. കന്നഡ ഭാഷയിലെ ഹള്ളി, ഗ്രാമം എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ബുദ്ധമതത്തിന്റെ പള്ളി, ക്രിസ്ത്യാനികളുടെ ചർച്ചിന് പള്ളി എന്ന് പേര് വന്നു. കുറെ പേര് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ മോസ്കിന് പള്ളി എന്ന വാക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു സ്ഥലത്തും ഇല്ല. എന്നാൽ വേറെ കുറച്ചു പേര് അടിച്ചമർത്തിയിട്ടും മതം മാറിയില്ല. അവരാണ് നമ്മൾ ഈഴവർ എന്ന് വിളിക്കുന്ന, കുറവർ എന്ന് വിളിക്കുന്ന ഒരു ജനവിഭാഗം. കുറവർക്ക് ഒഫീഷ്യൽ പേര് സിദ്ധനർ എന്നാണ്. സിദ്ധാർത്ഥ അല്ലെങ്കിൽ ബുദ്ധന്റെ കൂടെ പോയവർ സിദ്ധാർത്ഥരും ജൈനമതം സ്വീകരിച്ചുകൊണ്ട് ജിനരുമായി. അങ്ങനെ സിദ്ധാർത്ഥരും ജിനരും ജൈനമതവും ബുദ്ധമതം സ്വീകരിച്ചവരായതുകൊണ്ടാണ് കുറവരുടെ ഒഫീഷ്യൽ നെയിം സിദ്ധനർ സൊസൈറ്റി എന്നാണ്. മറ്റേവർ ഈഴവരായി മാറി. ഈഴവർ അവരുടെ ഈഴത്തിൽ നിന്ന് വന്നൊന്നും വിചാരിച്ചാലായിരുന്നു, അടിച്ചമർത്തപ്പെട്ട ഈഴവരായി മാറി. എന്നാൽ ഇവിടുത്തെ ജനവിഭാഗത്തിൽ ഒരു ഭാഗം ഇവിടെ വന്ന മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ബ്രാഹ്മണരോടൊപ്പം കൂടി അവരാണ് നായന്മാരായി രൂപാന്തരപ്പെടുന്നത്. ചരിത്രത്തിൽ 8ാം നൂറ്റാണ്ടിന് ശേഷമുള്ള തദ്ഭവത്തിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ വളരെ പ്രസിദ്ധമായ നമ്മുടെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. ഇവിടെ ഭരിച്ചിരുന്ന കളപ്പർ രാജാക്കന്മാരുടെ തെക്കുള്ള ഫ്യൂഡററി ആയിരുന്നു വളരെ പ്രസിദ്ധമായ മാവേലി രാജവംശം. വേലിയില്ലാത്ത, ബൗണ്ടറി ഇല്ലാതെ പരന്നു കിടക്കുന്ന രാജ്യത്തിനാണ് മാവേലി രാജവംശം അല്ലെ മാവേലി രാജ്യം എന്ന് തന്നെ വിളിച്ചിരുന്നത്. അപ്പോ പരശുരാമൻ വന്ന് 3 ചൂട് വെച്ച് വാമനൻ വന്ന് 3 ചൂട് വെച്ച് മഹാബലിയെ തോപ്പിച്ചു. മാവേലിയെ പിടിച്ച് മഹാബലിയാക്കി. 3 ചൂടെന്ന് പറഞ്ഞാൽ 3 യുദ്ധമാണ്. 3 യുദ്ധം. അപ്പൊ പരശുരാമൻ മഴുവേറിയെന്ന് പറഞ്ഞാൽ മറാത്തി ഭാഷ യുദ്ധം ചെയ്യുക. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന, കൊങ്കണ ദേശത്ത് നിന്ന് വന്ന വാമന പരശുരാമൻ എന്നയാളുടെ പേര്. അദ്ദേഹം യുദ്ധം ചെയ്തു. 1ാമത്തെ യുദ്ധം കൊടുങ്ങല്ലൂർ പടങ്ങളത്താണ്. അവിടെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് മാവേലി റീഗ്രൂപ്പ് ചെയ്തു. ഓച്ചിറ ക്ഷേത്രത്തിന് മുമ്പ് യുദ്ധം ഉണ്ടായി. അവിടെ പരാജയപ്പെട്ടു. അതിനുശേഷം മാവേലി കൊല്ലത്തിന് 12 കിലോമീറ്റർ അപ്പുറത്ത് മയ്യനാട് വെച്ചൊരു സൈന്യത്തെ ഉണ്ടാക്കി. അവിടെ വെച്ച് യുദ്ധത്തിൽ മാവേലിയുടെ സൈന്യം മുഴുവൻ മയ്യത്തായിപ്പോയി, മരിച്ചുപോയി. അതുകൊണ്ടാണ് മയ്യനാട് എന്ന സ്ഥലത്തിന് വിളിക്കുന്നത്. വാമന പരശുരാമൻ നേരെ തെക്കോട്ട് പോയി തിരുവനന്തപുരം ഭരിച്ചിരുന്ന മഹാകാളിയൻ എന്ന പുലയരാജാവിനെ പരാജയപ്പെടുത്തി. നാടാന്മാരുടെ രാജാവായിരുന്ന പപ്പനെ പരാജയപ്പെടുത്തി അയാളെ കൊന്ന് കുഴിച്ചിട്ടതാണ് പപ്പനംകോട് എന്ന് പറയുന്ന KSRTC ബസ് സ്റ്റാൻഡ്. അത് കഴിഞ്ഞ് വാമന പരശുരാമൻ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തിരുവനന്തപുരത്തിന് 12 കിലോമീറ്റർ വെച്ചിട്ട് അദ്ദേഹത്തിന് പരശു താത്തു വെച്ചു. അവിടെയാണ് പരശുവീക്കൽ ക്ഷേത്രം. അവിടെ ചെന്നാൽ പരശുരാമന്റെ മഴുവോടി ഇരിപ്പുണ്ട്. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നവരേക്ക് വാമനപുരം ക്ഷേത്രത്തിന്റെ അടുത്ത് വെച്ച് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് അടിച്ച് ചത്തുപോയി. വാമനൻ ചത്ത് കുഴിച്ച സ്ഥലമാണ് വാമനപുരം എന്നറിയപ്പെടുന്നത്. ഇത് ചരിത്രത്തിൽ ഒരു 7ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. ഇവർ ഈ 7ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്ര സൈന്യം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ ഈ കടൽ മാറുന്ന സംഭവം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അതിനൊരു പുരാണ കഥയാക്കി മാറ്റി. പരശുരാമൻ മഴുവെറിഞ്ഞ് കടൽ പുറകോട്ട് മാറി കേരളം കണ്ടെടുത്തു എന്നൊരു കഥ. അപ്പോ കടുത്തുരുത്തി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഈ 1000 കൊല്ലത്തിന് മുമ്പുള്ള ചരിത്രം മനസ്സിലാക്കി നിങ്ങളുടെ ചരിത്രത്തിൽ എഴുതിയാൽ നല്ലത്.
ഐതിഹ്യങ്ങളും കടങ്കഥകളും അമ്മൂമ്മ കഥകളും മാത്രം എഴുതിയിട്ട് നിങ്ങൾ ചരിത്രമെന്ന് പറഞ്ഞാൽ അതിനെ ബാക്കിയുള്ളവർ അംഗീകരിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഹിസ്റ്ററിയായിട്ട് തന്നെ സത്യസന്ധമായിട്ട് എഴുതാൻ നിങ്ങൾ ആദ്യമായിട്ട് തയ്യാറെടുക്കണം. അങ്ങനെയുള്ള ഈ കടുത്തുരുത്തിയിലാണ് മഹത്തായ വടക്കൻകൂർ രാജവംശം വരുന്നത്. വടക്കൻകൂർ രാജവംശം നായന്മാരുടെ ഒരു രാജവംശമാണ്. അവരുടെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ കൈമുള്ളന്മാരായിരുന്നു. അപ്പോൾ വടക്കൻകൂർ രാജവംശം നായന്മാരായതുകൊണ്ട് നായർ എപ്പോഴാണ് ഇവിടെ എത്തിയതെന്ന് മനസ്സിലായിക്കോണം. നായർ എന്ന് പറയുന്ന പേര് കേരളത്തിൽ ആദ്യം ഉപയോഗിക്കുന്നത് AD 949 മാമ്പള്ളി ശാസനത്തിലാണ്. കലേവരത്തി ഒരു നായർ സ്ത്രീക്ക് വേണാട് രാജാവ് സ്വത്ത് കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നതാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി നായർ എന്ന ശബ്ദം ഉപയോഗിക്കുന്നത് AD 949 മുമ്പ്. അതിനു മുമ്പ് നായർ എന്നൊരു ശബ്ദം കേരള ചരിത്രത്തിൽ ഇല്ല. അപ്പോൾ കേരളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു രാജവംശം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മഹോദയപുരം കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന കുലശേഖര സാമ്രാജ്യമാണ്. ആ കുലശേഖര സാമ്രാജ്യം പാണ്ഡ്യ സൈന്യവുമായിട്ട് ചോളന്മാരും പാണ്ഡ്യന്മാരുമായിട്ട് നൂറ്റാണ്ട് യുദ്ധം ഉണ്ടായി. ആ നൂറ്റാണ്ട് യുദ്ധം അവസാനിച്ചത് AD 1102 AD 1102 നൂറ്റാണ്ട് യുദ്ധം അവസാനിച്ചപ്പോഴേക്കും കുലശേഖര രാജ്യത്തിലെ രാജാവിനെ 2 രാജകുമാരന്മാരെയും പാണ്ഡ്യ സൈന്യം വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. പിന്നെ കുലശേഖര സാമ്രാജ്യം രൂപപ്പെടാൻ പറ്റിയില്ല. അപ്പൊ കുലശേഖര സാമ്രാജ്യത്തിന്റെ ഫ്യൂഡേറ്ററീസ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്ന വടക്കൻകൂർ രാജവംശത്തിന്റെ ഒറിജിനൽ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. ഈ മണികണ്ഠ ശബ്ദം കേരളത്തിലേക്ക് വരുന്നതിന് ചരിത്രപരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. AD 1185 വേണാട് രാജകുമാരിയായിരുന്ന ഭുവനേശ്വരിയെ പാണ്ഡ്യ രാജാവ് കല്യാണം കഴിച്ചത്. പാണ്ഡ്യ രാജാവ് കല്യാണം കഴിച്ചവർ സ്ത്രീധനമായി കൊടുത്തത് പൂഞ്ഞാർ, ശബരിമല, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ തുടങ്ങി മലമ്പ്രദേശങ്ങളാണ് സ്ത്രീധനം കൊടുത്തത്. അങ്ങനെ സ്ത്രീധനം കൊടുത്ത ശേഷം ആ രാജവംശത്തിൽ ജനിച്ച ഒരാൺകുട്ടിയായിരുന്നു മണികണ്ഠൻ. ആ മണികണ്ഠൻ കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിലെ അയ്യപ്പന്റെ കഥയിൽ, ശബരിമല അയ്യപ്പന്റെ കഥയിൽ മണികണ്ഠ ശബ്ദം ചേരുന്നത് ആ ചരിത്രപരമായ അവലോകനത്തിലാണ്. അങ്ങനെ ആ മണികണ്ഠന്റെ നാമധാരിയായ ഈ വേണാട് രാജ്യത്തിൻ്റെയും പാണ്ഡ്യ രാജവംശത്തിൻ്റെയും മിക്സറായ മണികണ്ഠൻ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ദേശത്ത് ഒരു രാജവംശം ഉണ്ടാക്കി. അതാണ് മണികണ്ഠൻ സ്ഥാപിച്ച രാജവംശം. അത് AD 1150 അതിൻ്റെ ഫോർമേഷൻ. ഏകദേശ കാലഘട്ടം വെച്ചിട്ട് നമ്മൾ കണക്കാക്കണം. AD 1150 അടുത്താണ്. ആ മണികണ്ഠൻ രാജവംശം 50 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 പിളർന്നു. ഒന്ന് വടക്കൻകൂർ, ഒന്ന് തെക്കൻകൂർ. തെക്കൻകൂർ അങ്ങ് ഏറ്റുമാനൂരിൻ്റെ തെക്കോട്ട് വിട്ട് കോട്ടയം തൊട്ട് അങ്ങ് പാലാ ദേശം വരെയുള്ള ദേശങ്ങളൊക്കെ അടങ്ങിയതായിരുന്നു. ചങ്ങനാശ്ശേരി താലൂക്കൊക്കെ അടങ്ങിയതായിരുന്നു തെക്കൻകൂർ. എന്നാൽ വടക്കൻകൂർ രാജവംശത്തിന് കടുത്തുരുത്തി, വൈക്കം, മൂവാറ്റുപുഴ, തൊടുപുഴ തൊട്ടങ്ങോട്ടുള്ള ഇടുക്കി മേഖലകൾ, കോട്ടയത്തിൻ്റെ വടക്കൻ പ്രദേശവും എറണാകുളം ജില്ലയുടെ തെക്കൻ പ്രദേശവും വടക്കൻകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. വടക്കൻകൂർ AD 1150 സ്ഥാപിതമായ ശേഷം AD 1749 മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കുന്നത് വരെ 600 വർഷം ഈ ദേശം ഭരിച്ചു. 6 സെഞ്ചുറീസ് വടക്കൻകൂർ രാജവംശം ഭരിച്ച കാലഘട്ടമാണ്. വടക്കൻകൂർ രാജവംശം ഭരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് ശൂക സന്ദേശം എന്ന് പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് പറയുന്ന ശൂക സന്ദേശം വളരെ പ്രസിദ്ധനായ വടക്കൻകൂർ രാജാവായ രാമവർമ്മയുടെ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 200 വർഷം കഴിയുമ്പോഴാണ് ഉണ്ണിനീലി സന്ദേശം വരുന്നത്. ഉണ്ണിനീലി സന്ദേശം രാധാകൃഷ്ണൻ പണിക്കർ അതിനെപ്പറ്റി ഭംഗിയായിട്ട് പറഞ്ഞു. ആ ഉണ്ണിനീലി സന്ദേശത്തിൽ ആദിത്യ രാജാവിൻ്റെ കാമുകിയായ ഉണ്ണിനീലിയുമായുള്ള ബന്ധം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ആദിത്യ രാജാവ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് വേണാട് കൊട്ടാരം. ആ വേണാട് കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ ഭാര്യ വീട്. ആ വേണാട് കൊട്ടാരത്തിൽ വന്നിട്ട് ആദിത്യവർമ്മ അവിടെ വിസിറ്റ് ചെയ്ത ശേഷം വടക്കോട്ട് വന്ന് തെക്കൻകൂർ രാജ്യത്തെ വിസിറ്റ് ചെയ്ത് അവിടുന്ന് പിന്നെ വന്ന് വടക്കൻകൂർ രാജ്യത്ത് വന്ന് ഈ കഥകളൊക്കെ ഭംഗിയായിട്ട് രേഖപ്പെടുത്തുകയാണ് ഉണ്ണുനീലി സന്ദേശം. ആ ഉണ്ണുനീലി സന്ദേശത്തിൽ വളരെ കൃത്യമായി മാലിക് കാഫറിൻ്റെ ആക്രമണ കഥ പറയുന്നുണ്ട്. മധുര രാജ്യത്തിൽ ഭരിച്ചിരുന്ന രാജാവിന് 2 മക്കളായിരുന്നു. മൂത്ത മോൻ സുന്ദരപാണ്ഡ്യൻ പട്ടമഹിഷിയിലുണ്ടായതാണ്. ഇളയ മകൻ ഒരു വെപ്പാട്ടിയിലുണ്ടായതാണ്. പക്ഷേ വെപ്പാട്ടിയിലുണ്ടായ മകൻ വീരപാണ്ഡ്യൻ വളരെ മിടുക്കനായിരുന്നു. അതുകൊണ്ട് രാജാവ് വീരപാണ്ഡ്യനെ പിടിച്ച് മധുരയിലെ രാജാവാക്കി. ആ രാജാവാക്കി കഴിഞ്ഞപ്പോൾ അതിശക്തമായിട്ട് സുന്ദരപാണ്ഡ്യൻ വന്നിട്ട് ആക്രമിച്ച് മധുര വീണ്ടെടുത്തു. അതാണ് തമിഴ് സിനിമയിലെ MGR അഭിനയിച്ച പഴയ സിനിമ മധുരയെ വീണ്ടെടുത്ത സുന്ദരപാണ്ഡ്യൻ എന്ന് പറയുന്നത്. പക്ഷേ വീരപാണ്ഡ്യൻ സൈന്യമായിട്ട് വന്ന് സുന്ദരപാണ്ഡ്യനെ ഓടിച്ചു. സുന്ദരപാണ്ഡ്യൻ നേരെ ഡൽഹി ചെന്ന് അലാവുദ്ദീൻ ഖിൽജിയെ കണ്ടു. അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിൻ്റെ മാലിക് കാഫർ എന്ന് പറയുന്ന സേനാനായകനെ അദ്ദേഹത്തിൻ്റെ കൂടെ വിട്ടു.
അങ്ങനെ മാലിക് കാഫർ വന്ന് മധുരയെ പിടിച്ചെടുത്തിട്ട് പിന്നെ മുസ്ലിങ്ങളോട് വിട്ടുപോയില്ല. അപ്പോൾ വീരപാണ്ഡ്യൻ രക്ഷാർത്ഥം നമ്മുടെ മലമുകളിലേക്ക് കയറി. അങ്ങനെ വീരപാണ്ഡ്യനെ തേടി മാലിക് കാഫറും അദ്ദേഹത്തിൻ്റെ സേനാനായകൻ ഫക്രുദ്ദീൻ പോളിയാറും എല്ലാം കൂടി വന്നു. നിലയ്ക്കൽ വന്നപ്പോൾ അവിടുന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഓടേണ്ടി വന്നു. അങ്ങനെ നിലയ്ക്കലിൽ നിന്ന് ക്രിസ്ത്യാനി ഓടിയിട്ടാണ് പാല, കാഞ്ഞിരപ്പള്ളി, തുമ്പമൺ, കടമ്പനാട്, കായംകുളത്തൊക്കെ ക്രിസ്ത്യാനി വരുന്നത്. അങ്ങനെ നിലയ്ക്കൽ നിന്ന് ക്രിസ്ത്യാനി പോയപ്പോൾ ഞങ്ങളുടെ ചരിത്രത്തിൽ എഴുതി പറപ്പാറ്റായും വക്രപ്പുലിയും കൂടെ കുത്തി ഓടിച്ചതാണ്. പറപ്പാറ്റ എന്ന് പറഞ്ഞാൽ പാണ്ഡ്യ സൈന്യത്തിൻ്റെ പ്രധാന സൈന്യം ഒരു പറയ സൈന്യമായിരുന്നു. പറയപ്പറ്റം പറപ്പാറ്റയായി. ഫക്രുദ്ദീൻ പോലിയാറെ ഞങ്ങൾ വിളിച്ച പേരാണ് വക്രപ്പുലി. അതാണ് പറപ്പാറ്റായും വക്രപ്പുലിയും കുത്തി ഓടിച്ചു എന്നാണ്. അപ്പം നിലയ്ക്കലുണ്ടായിരുന്ന ഹിന്ദുക്കൾ അവിടുന്ന് വിഗ്രഹം എടുത്ത് ഓടി ആറന്മുള വന്നിട്ട് ഇപ്പോഴത്തെ ആറന്മുള ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിലയ്ക്കൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ മാലിക് കാഫറിനെ വീരപാണ്ഡ്യൻ്റെ സൈന്യം യുദ്ധത്തിലേർപ്പെട്ടു. ആ യുദ്ധം നടന്ന സ്ഥലമാണ് ആങ്ങമൂഴി എന്ന സ്ഥലം. അങ്കമൊഴിഞ്ഞ സ്ഥലം, യുദ്ധം നടന്ന സ്ഥലം ആങ്ങമൂഴി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടക്കോപ്പുള്ളൊരു സ്ഥലമുണ്ട്, ലോഹപ്പീടിക എന്നിപ്പം വിളിക്കും. ഒറിജിനൽ പേര് ലോഹപ്പീടിയ, ലോഹായുധങ്ങൾ വെച്ചിരുന്ന സ്ഥലമാണ് ലോഹപ്പീടിയ. അത് കഴിഞ്ഞ് പാണ്ഡ്യ സൈന്യം നിന്ന് സ്തംഭടിച്ചു. അതാണ് പാണ്ഡിത്താവളം, ശബരിമല ഇറങ്ങി വരുമ്പോൾ കാണുന്ന പാണ്ഡിത്താവളം. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ അവസാനം സുന്ദരപാണ്ഡ്യനെ മാലിക് കാഫറിനെ തിരിച്ചോടിച്ച ശേഷം വീരപാണ്ഡ്യൻ ഇവിടം സർവൈവ് ചെയ്തു. ഈ മാലിക് കാഫറിൻ്റെ യുദ്ധം ഉണ്ണുനീല സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. AD 1321 ഈ യുദ്ധം. AD 1321 വീരപാണ്ഡ്യ സുന്ദരപാണ്ഡ്യൻ്റെ യുദ്ധം. ആ യുദ്ധം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന ഒരു സമയം വളരെ കൃത്യമായി കേരള ചരിത്രത്തിൽ വലിയ മാറ്റം വന്ന സ്ഥലമാണ്. 1968 ഈ ഭുവനേശ്വരിക്ക് കൊടുത്ത സ്വത്ത് തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി പാണ്ഡ്യ രാജകുമാരൻ സൈന്യമായിട്ട് വന്ന് കൊട്ടാരക്കര പിടിച്ച് അവസാനം കൊല്ലം പിടിച്ചെടുത്ത് അമ്മായിയപ്പനെ ആങ്ങളമാർ രണ്ടെണ്ണത്തിനെയും വെട്ടിക്കൊന്നു. പക്ഷേ പെട്ടെന്ന് പാണ്ഡ്യ സൈന്യം തിരിച്ചുപോയി 1968. പക്ഷേ തിരിച്ച് അടുത്ത യുദ്ധം കഴിഞ്ഞ് 1921 കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ മടങ്ങിപ്പോകാത്തതിനാൽ പാണ്ഡ്യ രാജാക്കന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് കേരളത്തിലോട്ട് വന്ന് മൂത്ത മകൻ പോയി പൂഞ്ഞാറിൽ താമസിച്ചു. അവിടെ നിന്നാണ് ഗോതവർമ്മ രാജയുടെ കുടുംബം വരുന്നത്. ഇളയ മകൻ ആദ്യം കോന്നിയൂർ താമസിച്ചു. അതിനുശേഷം അദ്ദേഹം പന്തളത്തിനടുത്ത് കുളനടയിലുള്ള കൈപ്പുഴ തമ്പാൻ എന്ന് പറഞ്ഞ ഭരണാധികാരിക്ക് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകളെ കല്യാണം കഴിച്ച് ഈ ഇളയ മകൻ അവിടേക്ക് വന്നു. അപ്പോൾ പന്തളത്തിൻ്റെ പഴയ പേര് കുറുന്തോട്ടി വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ അതേ അവിടെ വന്ന് കൊട്ടാരം പണിയ ശേഷം അതിനെ പാണ്ഡ്യാളം എന്ന് പറഞ്ഞ രാജ്യം, പാണ്ഡ്യന്മാരുടെ രാജ്യം എന്ന് വിളിച്ചു. ആ പാണ്ഡ്യാളം പന്തളമായി രൂപാന്തരപ്പെട്ടു. ഞങ്ങളുടെയൊക്കെ സ്ഥലം പന്തളം രൂപാന്തരപ്പെടുന്നത് അങ്ങനെയാണ്. അങ്ങനെ പന്തളം രാജവംശം വന്ന് പിന്നെ അയ്യപ്പ ഭഗവാന്റെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കഥ ഞങ്ങൾ കയറുന്നില്ല. ഈ വലിയ കാലഘട്ടത്തിനെ മാറുമ്പോൾ വേണാട് ഒരു ശക്തിയായി രൂപാന്തരപ്പെട്ടു. പക്ഷേ വേണാടിനപ്പുറത്തായി കായംകുളം, ചെമ്പകശ്ശേരി, വടക്കങ്കൂർ, തെക്കങ്കൂർ ഇങ്ങനെ 4 രാജ്യങ്ങൾ ശക്തമായി നിന്നു കൊച്ചി രാജാവിൻ്റെയും വേണാടിൻ്റെയും ഇടയ്ക്ക്. അങ്ങനെയുള്ള വടക്കങ്കൂർ രാജവംശത്തിൻ്റെ ശ്രദ്ധേയമായ ഉണ്ണുനീൽ സന്ദേശത്തിൻ്റെ കഥ അല്ലെങ്കിൽ ആ കാവ്യം നമ്മൾ വായിക്കുകയാണ്. ഈ സമയത്ത് വളരെ ശ്രദ്ധേയമായി സംഭവിച്ചൊരു സംഭവമാണ്. പോർച്ചുഗീസുകാർ 1498 ഇവിടെ നമ്മുടെ കോഴിക്കോട് നിന്ന് ലാൻഡ് ചെയ്തിട്ട് അവരവിടെ പണിയാൻ നോക്കി, രക്ഷയില്ല. അവർ വന്ന് കൊച്ചി രാജാവുമായി സഖ്യത്തിലെത്തി. കൊച്ചി രാജാവുമായി സഖ്യത്തിലെത്തിയ ശേഷം അവർക്ക് വടക്കങ്കൂർ വേണം. വടക്കങ്കൂർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് കുരുമുളക് അവർക്ക് കൊണ്ടുപോകണം. കുരുമുളക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ശ്രമം തുടങ്ങി. അപ്പോൾ വടക്കങ്കൂർ രാജ്യത്തെ പോർച്ചുഗീസ് രേഖകളിൽ കാണുന്ന പേര് പിമന്ത എന്നാണ്. പിമന്ത എന്ന് പറഞ്ഞാൽ പെപ്പർ കൺട്രി, കുരുമുളക് വളർന്ന രാജ്യം എന്നാണ് വടക്കങ്കൂർ രാജ്യത്തെ പോർച്ചുഗീസ് രേഖകളിൽ വിളിക്കുന്ന പേര് പിമന്റ. ആ പിമന്റ അവർക്ക് പിടിച്ചെടുക്കണം. അതിന് പോർച്ചുഗീസുകാർ കൊച്ചി രാജാവുമായിട്ട് ചേർന്ന് പണി തുടങ്ങി. കാര്യം പോർച്ചുഗീസുകാരോട് വരുന്നത് തന്നെ ഇവിടുന്ന് കുരുമുളക് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ്, പ്രധാന ലക്ഷ്യമാണ്. കാരണം നമ്മുടെ കുരുമുളക് വളരെ പ്രസിദ്ധമായിരുന്നു. 3200 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോ രാജാവായ രാമസിസ് രണ്ടാമൻ മരിച്ചു. അയാളുടെ ശവം സംസ്കരിച്ചിരിക്കുന്ന മമ്മി 1886 നമുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിലും ചെവിയിലും വായിലും ഒക്കെ കുരുമുളക് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ കുരുമുളക് ഉണ്ടെങ്കിൽ ശരീരം അഴുകാതിരിക്കാൻ നല്ലതാണ്, അതുകൊണ്ട് കുരുമുളക് നിറച്ചിരിക്കുകയാണ്. ഇയാളൊരു ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് ചത്ത് കഴിഞ്ഞാൽ അവൻ അണ്ണാക്കിൽ ഇരിക്കട്ടെ എന്ന് അടിച്ച് കയറ്റുക നമുക്ക് അറിഞ്ഞുകൂടാ. കുരുമുളക് എല്ലാം കൂടെ അടിച്ച് അണ്ണാക്കി കയറ്റുക. പക്ഷേ ഈ കുരുമുളക് എവിടുന്ന് വന്നു? ജെറുസലേമിലും ഈജിപ്തിലും കുരുമുളകില്ല. അങ്ങനെ ഈജിപ്റ്റോളജിസ്റ്റുകൾ ആ കുരുമുളക് എടുത്ത് പരിശോധിച്ചപ്പോൾ ആ കുരുമുളക് നമ്മുടെ മലപ്പുറവും പാലക്കാട് ജില്ലയിൽ വളർന്ന കുരുമുളകിൻ്റെ അതേ സ്പീഷീസാണ് 3200 കൊല്ലത്തിന് മുമ്പ് ഫറോ രാമസേസിൻ്റെ മൂക്കിലിരിക്കുന്നത്. അങ്ങനെ ഈ കുരുമുളക് കച്ചവടം വളരെ പ്രസിദ്ധമായിരുന്നു.
ശലോമോൻ രാജാവ് ജെറുസലേം ദേവാലയം പണിയുകയാണ്. അദ്ദേഹം ജെറുസലേം ദേവാലയം പണിയുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് കുറേ സാധനം വേണം. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? കപ്പലയച്ചു. എന്നിട്ട് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് നിന്ന് അദ്ദേഹം ഒരു സാധനം കൊണ്ടുപോയി. മദ്ബഹ അലങ്കരിക്കാൻ വേണ്ടി മയിൽപ്പീലി കൊണ്ട് നിരത്തി. ഭഗവാൻ കൃഷ്ണനെ പോലെ ശലോമോന് മയിൽപ്പീലി വലിയ ഇഷ്ടമായിരുന്നു. ആ മയിൽപ്പീലിയെ സുറിയാനി വേദവസ്തുവിൽ വിളിച്ചിരിക്കുന്ന പേര് തൂക്കി എന്നാണ്. തൂക്കി തമിഴ് ഭാഷയിൽ ആൺമയിലിൻ്റെ പേരാണ് തോകൈ. ആ തോകൈ എന്ന വാക്കാണ് ഞങ്ങളുടെ വേദവസ്തുത്തിൽ തൂക്കി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ശലോമോൻ രാജാവിന് രണ്ടാമതൊരു സാധനം വേണം. അത് ആനക്കൊമ്പാണ്. ഈ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് വെക്കാനുള്ള മേശ ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ചു. ആ ആനക്കൊമ്പിനെ സുറിയാനി വേദപുസ്തകത്തിൽ 3000 വർഷത്തിന് മുമ്പ് ശലോമോൻ വിളിച്ച പേര് കളഫ്, KLEPH. ഇത് സംസ്കൃത ഭാഷയിൽ ആനക്കൊമ്പിൻ്റെ പേര്, ആനയുടെ പേരാണ് കളഭം. ആ കളഭമാണ് അവിടെ കാളഫായിട്ട് ബന്ധപ്പെട്ടത്. ഈ നാവികർ ഒരു മൃഗത്തിൻ്റെ കളിയുടെ കഥ പറഞ്ഞപ്പോൾ ശലോമോൻ അതിനൊന്ന് കാണണം. ശലോമോൻ പറഞ്ഞു ഇതിനൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അതൊരു കുരങ്ങനായിരുന്നു. ആ കുരങ്ങനെ കൊണ്ടുപോയി ശലോമോനെ കളികളൊക്കെ കണ്ടു. ആ കുരങ്ങനെ ശലോമോൻ വിളിച്ചിരിക്കുന്ന പേര് കഫി, KAPHI. ഇത് സംസ്കൃത ഭാഷയിൽ കുരങ്ങൻ്റെ പേരാണ് കബി. അതാണ് ഹനുമാനെ നമ്മൾ കബീന്ദ്രൻ എന്ന് വിളിക്കുന്നത്, കബി. ശലോമോൻ 16 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള, തമിഴ് ഭാഷയിൽ നിന്നുള്ള, സംസ്കൃതത്തിൽ നിന്നുള്ള. അതിൽ വളരെ പ്രസിദ്ധമായ വാക്കുകൾ നമ്മൾ ഇന്ന് കാണുന്ന ചില വാക്കുകളാണ്. അതിലൊന്നാണ് കുരുമുളകിനെ പറ്റിയുള്ള വാക്ക്. സംഘകാല കൃതികളിൽ പ്രസിദ്ധമാണ് പതിറ്റിപ്പത്ത്. ആ പതിറ്റിപ്പത്തിൽ പറയുന്നു, കറിയേന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. കറി എന്ന് പറഞ്ഞാൽ കുരുമുളക് കയറ്റി കപ്പൽ അങ്ങോട്ട് പോയാൽ പൊന്ന് തിരിച്ചു വരും, സ്വർണം തിരിച്ചു വരും. കറിയേന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. അവസാനം സാഹിബ്മാരെന്ത് ചെയ്തു? ആ കറി ഇംഗ്ലീഷ് ഒരു വാക്കാക്കി. CURRY, കറി. മീൻകറി, ഇറച്ചിക്കറി, മുളക് ചേർത്തുണ്ടാക്കുന്ന എല്ലാം അവന്മാർക്ക് കറിയായി മാറി. കറി. അങ്ങനെ കുരുമുളക്. ഈ കുരുമുളകിൻ്റെ പ്രധാന പ്രോസസ്സ് വരുന്ന വടക്കൻകൂർ രാജ്യത്തു നിന്നാണ്. ഇത് പിടിച്ചെടുക്കാൻ പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. തീരുമാനിച്ച ശേഷം കൊച്ചി രാജാവിൻ്റെ കൂടെ ശേഷം 1998 ലാൻഡ് ചെയ്ത് 1550 52 വർഷം കഴിഞ്ഞപ്പോൾ ഗൊൺസാൽവസ് നേതൃത്വത്തിൽ ഒരു സൈന്യം വന്നു. ആദ്യം ഈ വടക്കൻകൂർ രാജാവ് എന്നവർ വിളിച്ചത് വടുതല രാജാക്കന്മാർ വന്നിട്ട് അപ്പോൾ വടക്കൻകൂർ രാജാവിന് 10,000 സൈനിക നായർപ്പട്ടാളമുണ്ട്. 10,000 നായർപ്പട്ടാളത്തോടുകൂടി പോർച്ചുഗീസുകാർ നേരിട്ടു. പക്ഷേ പോർച്ചുഗീസുകാരുടെ ഒരു തോക്കുണ്ട്. ഈ വാളും പരിചയമുണ്ടെങ്കിൽ വടക്കൻകൂർ രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പോർച്ചുഗീസുകാരൻ്റെ കയ്യിരിക്കുന്ന സാധനം 300 മീറ്റർ അകലെ വെച്ച് അവരൊരു വെടിവെച്ചാൽ നമ്മുടെ പള്ളിക്കൂടെ വെടികൊണ്ട് കയറിപ്പോൾ ഈ വാളും കൊണ്ട് വീശി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? പോർച്ചുഗീസുകാരനെ നേരിടാൻ പറ്റിയില്ല. വടക്കൻകൂർ രാജാവിന് മനസ്സിലായി ഇവൻ്റെ അടുത്ത് പകൽ കളിക്കാൻ ഒക്കെയില്ല. പക്ഷേ ആ അറ്റാക്കിൽ വടുതല കൊട്ടാരം പോർച്ചുഗീസുകാരെ പിടിച്ചു. രാജാവിനെ കൊന്നു. രാമവർമ്മ രാജാവിനെ കൊന്ന ശേഷം അവർ വടക്കൻകൂർ കൊട്ടാരത്തിന് വടുതല കൊട്ടാരത്തിന് തീ വെച്ചു. പക്ഷേ ഈ മരിച്ച രാജാവിൻ്റെ മകൻ ഗംഭീരം മെടുക്കുന്ന രാജാവായിരുന്നു. ആ രാജകുമാരൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സാമൂതിരിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, നമുക്ക് യുവമാരെ ഒന്ന് തുരത്തിയേ പറ്റുള്ളൂ. സാമൂതിരി പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സാമൂതിരി ഒരു സൈന്യത്തെ അയച്ചു. ഇതിനിടയ്ക്കാണ് ചെമ്പകശ്ശേരി രാജാവിന്, വടക്കൻകൂർ രാജാവിൻ്റെ പോട്ടജിയാണ്, ചെമ്പകശ്ശേരി രാജാവിന് സുന്ദരിയായ വടക്കൻകൂർ രാജവംശത്തിലെ രാജകുമാരിയെ കല്യാണം കഴിക്കണം. അങ്ങനെ വടക്കൻകൂർ രാജവംശത്തിലെ രാജകുമാരിക്ക് ചെമ്പകശ്ശേരി രാജാവ് കല്യാണം ആലോചിച്ചു. ബ്രാഹ്മണനും നായരും കൂടെ ഒരു കല്യാണമാണ് ആലോചിച്ചു. പകരം സ്ത്രീധനമായി കൊടുത്തത് പ്രസിദ്ധമായ വള്ളംകളി നടക്കുന്ന സ്ഥലം. വടക്കൻകൂർ രാജാവ് ചെമ്പകശ്ശേരി രാജാവിന് കൊടുത്തു സ്ത്രീധനം കൊടുത്തു. അങ്ങനെ ചെമ്പകശ്ശേരി രാജാവിന് ഒറിജിനൽ ഒരു കിങ്ഡം വരുന്നത് വടക്കൻകൂർ രാജാവ് വസ്തു കൊടുത്തണം. പുളിങ്കുന്ന് എന്ന് പറയുന്ന സുന്ദരമായ സ്ഥലം, പുളിങ്കുന്ന് വള്ളംകളി നടക്കുന്ന സ്ഥലം, വടക്കൻകൂർ രാജ്യം ഈ മകൾക്ക് സ്ത്രീധനം കൊടുത്താണ് ചെമ്പകശ്ശേരി രാജാവിന്. അത് കഴിഞ്ഞ് ഈ രാജകുമാരൻ സാമൂതിരിയുടെ സൈന്യം കൈക്കിട്ടി. 1565 15 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സൈന്യത്തെ കൊണ്ട് കൊച്ചി രാജാവിനെ പോർച്ചുഗീസുകാരെ നേരിട്ടിട്ട് ആ യുദ്ധത്തിൽ പോർച്ചുഗീസ് സേനാനായകനായിരുന്ന ഗൊൺസാൽവസിനെ അദ്ദേഹം കൊന്നു. നമ്മൾ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്ത പ്രസിദ്ധരായ സേനാനായകന്മാരെ പറ്റിയൊക്കെ വാഴ്ത്തി പാടാറുണ്ട്. പക്ഷേ ഈ ഗൊൺസാൽവസിനെ കൊന്ന വടക്കൻകൂർ രാജാവിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാവോ? അതിന് കേരളത്തിൽ പ്രശസ്തി കിട്ടിയില്ല. എന്നാൽ കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരെ നേരിട്ടപ്പോൾ ഭയങ്കര കഥ, വീരകഥ. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരെ നേരിട്ടപ്പോൾ വലിയ കഥ. പക്ഷേ വടക്കൻകൂർ രാജകുമാരൻ പോയി പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഗൊൺസാൽവസിനെ കൊന്നു. കൊച്ചി രാജാവ് രാമവർമ്മ ഈ വടക്കൻകൂർ രാജാവിനെ നേരിടാൻ വന്നു. അങ്ങനെ 1565 ഒക്ടോബർ 10 കൊച്ചി രാജാവ് രാമവർമ്മയെ വടക്കൻകൂർ രാജാവ് പരാജയപ്പെടുത്തി 1565. ഗംഭീരമായ വിജയമായിരുന്നു. അതോടുകൂടി പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി
വടക്കൻകൂറിനെ പരാജയപ്പെടുത്തിയിട്ട് വടക്കോട്ട് പോകാനായിട്ട് പറ്റില്ല. പോർച്ചുഗീസുകാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തു കൊച്ചിരാജാവിനെ പിടിക്കാൻ വേണ്ടി, കൊച്ചിരാജാവിനെയും കൂടെ സ്വാധീനിച്ചിട്ട് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സാമൂതിരി രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു, വടക്കൻകൂർ രാജാവേ, നിങ്ങളുടെ പെൺമക്കളെ കണ്ടിട്ട് ഭയങ്കര സൗന്ദര്യം, അതുകൊണ്ട് 2 പെൺകുട്ടികളെ, 2 രാജകുമാരിമാരെയും 2 രാജകുമാരന്മാരെയും എനിക്ക് ദത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ സാമൂതിരി രാജാവ് വടക്കൻകൂറിൽ നിന്ന് 2 രാജകുമാരിമാരെയും 2 രാജകുമാരന്മാരെയും കൊണ്ടുപോയി. ഇപ്പോൾ ഉള്ള സാമൂതിരി രാജാക്കന്മാർ മുഴുവൻ വടക്കൻകൂർ രാജ്യത്തിലെ ആ രാജകുമാരിമാരുടെ മക്കളാണ്. നമ്മൾ സാമൂതിരി രാജാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്, അവരുടെ വംശപരമ്പര. ഇപ്പോഴത്തെ സാമൂതിരി രാജാക്കന്മാർ മുഴുവൻ വടക്കൻകൂറിലെ ആ 2 രാജകുമാരിമാരുടെ മക്കളാണ്. 2 രാജകുമാരിമാരെയും 2 രാജകുമാരന്മാരെയാണ് സാമൂതിരി ദത്തെടുത്തുകൊണ്ട് പോയത്. പകരം സാമൂതിരി ഇത് 1,40,000 പട്ടാളക്കാരുടെ സേനയെ വടക്കൻകൂറിന് പ്രൊട്ടക്ഷനായിട്ട് വിട്ടു സാമൂതിരി. അങ്ങനെ സാമൂതിരി വടക്കൻകൂറിൽ ഒത്തുചേർന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു രക്ഷയില്ല. അവർ വളരെ ഭംഗിയായിട്ട് പിടിച്ചു നിന്നു. അപ്പോഴാണ് പോർച്ചുഗീസുകാർ അവരുടേതായ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. അതെന്താണെന്ന് വെച്ചാൽ ഉദയംപെറു സുനോദോസ് എന്ന് പറയുന്ന സംഭവമാണ്. ഉദയംപെറു സുനോദോസ് പോർച്ചുഗീസുകാർ നടത്തിയെന്നാണ് നമ്മളെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്. പോർച്ചുഗീസുകാർക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. AD 1591 പോർച്ചുഗീസുകാർ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം പിടിക്കാൻ പോയി. അവിടെ മൊറോക്കോ രാജവംശവും ഉണ്ട്. അവിടെ 2 സ്ഥലങ്ങളുണ്ട്, ഐവറി കോസ്റ്റ്, ഗോൾഡ് കോസ്റ്റ് എന്ന് 2 സ്ഥലം. ഇപ്പോഴതിൻ്റെ പേരൊക്കെ ഗാന എന്നൊക്കെയാണ്. ഐവറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പ് കയറ്റിയേക്കുന്ന സ്ഥലമാണ്. ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ സ്വർണം, മണ്ണ് ചൂടാക്കി സ്വർണ്ണം ഇറങ്ങി വരും. ഗോൾഡ് കോസ്റ്റ് അത് പിടിക്കാൻ വേണ്ടി പോയി. രാജാവും എല്ലാ രാജകുമാരന്മാരും കമ്പിളി സേനാനായകന്മാരുടെ പോയത്. വളരെ സിമ്പിളായിട്ട് തോപ്പിക്കാന്ന് പറഞ്ഞാൽ പോയത്. 1591 ഒക്ടോബറിൽ അതിഗംഭീര യുദ്ധം ഉണ്ടായി. യുദ്ധം തുടങ്ങിയപ്പോൾ പോർച്ചുഗീസ് സൈന്യത്തിന് 5-1 മൊറോക്കൻ സൈന്യം. പക്ഷേ ഇവരിങ്ങനെ പതുങ്ങിയിരിക്കുകയായിരുന്നു. യുദ്ധം അങ്ങോട്ട് തുടങ്ങി 300 ഡിഗ്രിയിൽ നിന്ന് അവർ ഇരച്ച് കയറി. രാജാവും രാജകുമാരന്മാരും മുഴുവൻ സേനാനായകന്മാരും 1591 കൊല്ലപ്പെട്ടു. പോർച്ചുഗൽ എന്നൊരു രാജ്യം ഭൂമുഖത്ത് ഇല്ലാതായി. ആ പോർച്ചുഗീസ് രാജാവിൻ്റെ ഒരു മകളെ സ്പെയിൻ കല്യാണം കഴിച്ചത്, സ്പെയിൻ രാജകുമാരൻ. അങ്ങനെ ഈ 1599 ഉദയംപെറു സുനോദോസ് നടക്കുമ്പോൾ സ്പെയിൻകാരാണ് രാജ്യം, പോർച്ചുഗൽ എന്ന രാജ്യം ഇല്ല. അങ്ങനെ സ്പെയിൻകാരനായ ഡോം മെനേസിസ് ഇവിടെ വന്നിട്ട് ഉദയംപെറു സുനോദോസ് നടത്തി. അത് കഴിഞ്ഞ് 1603 ഗുവേ എന്ന് പറയുന്ന ഒരാൾ ഈ ഡോം മെനേസിസിൻ്റെ കംപ്ലീറ്റ് യാത്ര എഴുതി. അത് ശ്രദ്ധേയമായൊരു പുസ്തകമാണ്. ജേർണി എന്ന് വിളിക്കപ്പെടുന്ന സ്പാനിഷ് ഭാഷയിൽ ജൊർണാദോ എന്ന വാക്കിൻ്റെ പേര്. അത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്. ഈ ജൊർണാദോയിൽ ഗുവയും ഈ നമ്മുടെ ഗവർണറും കൂടി കടുത്തുരുത്തി വന്നിട്ട് പള്ളി സന്ദർശിക്കുന്ന ഒരു ഭാഗം അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ചരിത്രം എഴുതുമ്പോൾ ആ പാരഗ്രാഫ് ഒന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ കോട്ട് ചെയ്തേക്കണം. ഈ ഡോം മെനേസിസും ഗുവയും കൂടെ വന്നിട്ട് കടുത്തുരുത്തി പള്ളി വന്നിട്ട് പള്ളി വിസിറ്റ് ചെയ്യുമ്പം കടുത്തുരുത്തിയെ പറ്റി രേഖപ്പെടുത്തിയ കൃത്യമായ ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സുഖസന്ദേശം ഉണ്ണുനീലി സന്ദേശം കഴിഞ്ഞാൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു സന്ദേശകവയുണ്ട്. സന്ദേശകവി എന്ന് പറയുന്നത് കാവ്യം. അത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി AD 580 ജനിച്ചിട്ട് 1642 മരിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് 8 വർഷം മുമ്പ് അദ്ദേഹം ബ്രഹ്മ സന്ദേശം സന്ദേശിച്ചെഴുതി. സംസ്കൃതത്തിൽ അതിൻ്റെ പേര് ബിംബിൽ സന്ദേശം എന്ന കാണാണ്. സംസ്കൃതത്തിൽ അതിന് മലയാള തർജ്ജമയുണ്ട്. ഈ സന്ദേശത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കടുത്തുരുത്തിയിൽ വന്നു, വടക്കൻകൂർ രാജാക്കന്മാരെ കണ്ടു. എന്നിട്ട് അദ്ദേഹം ഈ സന്ദേശത്തിൽ, ഈ ബ്രഹ്മ സന്ദേശത്തിനകത്ത് കടുത്തുരുത്തിയെ പറ്റിയും വടക്കൻകൂർ രാജാക്കന്മാരെ പറ്റിയും കൃത്യമായ ഒരു വിവരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒറിജിനൽ കൊട്ടാരം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. വ്യംഗ്യാർത്ഥത്തിൽ വടക്കൻകൂർ രാജവംശത്തിലെ രാജകുമാരിയുടെ സൗന്ദര്യവും പറയുന്നുണ്ട്. അത് വേറെ കാര്യം. എങ്ങനെ ഇത്രയും സൗന്ദര്യം വടക്കൻകൂർ രാജകുമാരിമാർക്ക് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ പുസ്തകത്തിലും ഈ ഇവിടുത്തെ രാജകുമാരിമാരുടെ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഗോഗ സന്ദേശവും ഉണ്ണുനീൽ സന്ദേശവും പിന്നീട് ബ്രഹ്മ സന്ദേശത്തിലും കൃത്യമായി പറയുന്നുണ്ട് AD 1642. പക്ഷേ AD 1642 പോർച്ചുഗലിൽ ഒരു വിപ്ലവം ഉണ്ടായി. അൽവാറസ് റവല്യൂഷൻ. ആ റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ വിപ്ലവകാരികൾ പറഞ്ഞു, ഇനി ഞങ്ങൾ സ്പെയിൻ്റെ കീഴിൽ നിൽക്കുകയില്ല. അങ്ങനെ പോർച്ചുഗൽ വീണ്ടും സ്വതന്ത്രമായപ്പോൾ ഈ പോർച്ചുഗൽ കേരളത്തിൽ വേലയിറക്കാൻ തുടങ്ങി. അതിൻ്റെ പരിണിത ഫലമാണ് 13 വർഷങ്ങൾക്ക് ശേഷം 1653 കൂനം കുരിശ് സത്യം, പ്രഗത്ഭമായ കൂനം കുരിശ് സത്യം. കൂടുതൽ പറഞ്ഞാൽ ഓർത്തഡോക്സുകാരും കത്തോലിക്കരും അടി ഉണ്ടാവുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. കൂനം കുരിശ് സത്യം 1653 സംഭവിച്ചതാണ്. ഇതിൻ്റെ പരിണിത ഫലമായി പോർച്ചുഗീസുകാർ രാജ്യം തിരിച്ചു വന്നതിൻ്റെ പരിണിത ഫലമാണ്. 1653 അത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും 1662 പോർച്ചുഗൽ തകർന്ന് തരിപ്പണമായി. തരിപ്പണമായപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ കയറിയത് ഡച്ചുകാർ വന്നിട്ട് ഇവിടെ മാർത്താണ്ഡവർമ്മ എന്ന് പരാജയപ്പെടുത്താൻ ശ്രമം നടത്തി. അത് ശ്രമം നടത്തി
കുളച്ചിൽ യുദ്ധത്തിൽ 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഈ ഡച്ചുകാർ വടക്കൻകൂർ രാജ്യം സന്ദർശിച്ച ശേഷം വടക്കൻകൂർ രാജാക്കന്മാരെ പറ്റി ഡച്ച് രേഖകളിൽ പറയുന്നുണ്ട്. അവർ പറയുന്ന പേര് ഫ്രണ്ട്സ് എന്നാണ്. ഫ്രണ്ട്സ്. നമസ്കാരം. പോർച്ചുഗീസുകാരെ വടക്കൻകൂരയിൽ വിളിച്ചത് പിമൻഡ, പെപ്പർ കൺട്രി, കുരുമുളക് വിളയുന്ന രാജ്യം. പക്ഷേ ഡച്ചുകാർ വിളിച്ച പേര് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പേരായിരുന്നു. ഡച്ചുകാർ വിളിച്ച പേര് ഫ്രണ്ട്സ് എന്നായിരുന്നു. ഫ്രണ്ട്സ്, കൂട്ടുകൂടി ശരിയാക്കളെന്ന് വിചാരിച്ചു. അപ്പോൾ ഡച്ചുകാരുടെ ഒരു ആനുകൂല്യം കാണിച്ചു വടക്കൻകൂർ രാജാക്കന്മാർ. ഇളയെടുത്ത സ്വരൂപം ഡച്ചുകാരുടെ കൂടെ നിന്നു. അങ്ങനെ ഡച്ചുകാർ സൗഹൃദം ഉപയോഗിച്ചിട്ട് വടക്കൻകൂറിൻ്റെ കയ്യിൽ നിന്ന് ഈ കുരുമുളക് കയ്യിലടക്കാൻ ഒരു ശ്രമം ഉണ്ടായി. അങ്ങനെ ശ്രമം ഉണ്ടായപ്പോൾ ഈ ഡച്ചുകാർ ഇളയുടെ സ്വരൂപത്തിലെ രാജകുമാരി രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഒരു സൈന്യം വന്നു. ആ സൈന്യം വന്ന് ഞങ്ങളുടെ തുമ്പോൺ ദേശത്ത് ക്യാമ്പ് ചെയ്തു. അങ്ങനെ അവരുടെ സേനാനായകന് തുമ്പോങ്കാരിയായ ഒരു പെണ്ണിനെ വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ ജോലി രാജിവെച്ച് അവിടെ താമസിച്ചു. ആ ഡച്ചുകാരനൊരു യഹൂദനായിരുന്നു. ആ യഹൂദനെ ഉണ്ടായ കുട്ടിയാണ് എൻ്റെ വല്യപ്പൻ്റെ വല്യമ്മ എന്ന് പറയുന്നത്. എന്നെ കണ്ടാൽ നീഗ്രോയെ പോലെ ഇരിക്കും. ഇതിനകത്തൊരു സായിപ്പ് ഒരു യഹൂദനുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് എന്നെ കണ്ടാൽ നിങ്ങൾ നീഗ്രോയുടെ വംശമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെയൊക്കെ ഇടയ്ക്ക് ഈ സായിപ്പ് കടന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡച്ചുകാർ വടക്കൻകൂറിനോട് സൈഡ് അവർ ഒന്നിച്ചു നിന്നു. അപ്പം മാർത്താണ്ഡവർക്ക് മനസ്സിലായി കുരുമുളക് കൺട്രോൾ എടുക്കണമെങ്കിൽ തെക്കൻകൂറിനെയും വടക്കൻകൂറിനെയും പരാജയപ്പെടുത്തിയേ പറ്റൂ. അതിന് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരനായ ഡിലനോയെ പിടികൂടി. ഡിലനോയെ കുളച്ചെത്തത്തിൽ പരാജയപ്പെടുത്തിയപ്പം പിടികൂടിയാണ്. അയാളോട് പറഞ്ഞു, ഈ പീരങ്കി ഉണ്ടാക്കുന്ന പണിയെന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ഡിലനോയി കസ്റ്റഡി ഇരിക്കുകയല്ലേ, തരത്തിലെന്ന് പറഞ്ഞാൽ തലവട്ടത്തില്ലേ. ഡിലനോയെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് തോക്കുണ്ടാക്കാനുള്ള പരിപാടിയും പീരങ്കി വെക്കാനുള്ള പരിപാടിയും ഡിലനായി പറഞ്ഞു കൊടുത്തു. ഡിലനായി അപ്പോൾ കുളച്ചിൽ യുദ്ധത്തിൽ മരിച്ചെല്ലാം പ്രൊട്ടസ്റ്റന്റുകാരും രക്ഷപ്പെട്ട 9 പേരും കത്തോലിക്കരുമാണ്. അതെങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്കിയൊന്നും പറയത്തില്ല. ഞാൻ കത്തോലിക്കനാണ്, എനിക്ക് അടിയുറ്റ മിക്കവാറും. അപ്പോൾ ഈ ഡിലനായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് തോക്കും പീരങ്കി കൈ കിട്ടിയപ്പോൾ നമ്മുടെ നാട്ടുരാജാക്കന്മാർ വല്ല രക്ഷയുണ്ടോ? അയാൾ നേരെ വന്ന് കൊല്ലം പിടിച്ചു, കായംകുളം പിടിച്ചു, ചെമ്പകശ്ശേരി പിടിച്ചു, നേരെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്ന് കോട്ടയം പട്ടണം സാക്ക് ചെയ്തു. 1744 നമ്മുടെ കോട്ട ഇടിച്ച് നിരത്തി കൊട്ടാരത്തിന് തെക്കൻകൂർ കൊട്ടാരം തീ വെച്ചു. ആദ്യം കഴിഞ്ഞ വടക്കൻകൂറിലേക്ക് പുറപ്പെട്ടു. 1749 വടക്കൻകൂറിൽ വന്നു. വടക്കൻകൂറിൽ വന്ന് ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ വടക്കൂർ രാജാവ് മനസ്സിൽ രക്ഷയില്ലാന്ന്. വടക്കൻകൂർ രാജാവ് സൈന്യവുമായി നേരെ വടക്കോട്ട് വെച്ച് പിടിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അല്ലേ സാമൂതിരിയോടൊപ്പം അഭയം പ്രാപിച്ചു. മാർത്താണ്ഡവർമ്മ അത് പിടിച്ചെടുത്ത ശേഷം, മാർത്താണ്ഡവർമ്മ മരിച്ച ശേഷം ബ്രിട്ടീഷുകാർ വടക്കൻകൂർ രാജവംശത്തെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങോട്ട് പോയ 9 പേരെയും തിരിച്ചു കൊണ്ടുവന്നു. അത് പിന്നീടുള്ള ചരിത്രം. അപ്പോൾ ഇങ്ങനെ 1150 മുതൽ 1749 വരെ 600 വർഷം വടക്കൻകൂറിൻ്റെ ഭരണമാണ്. ഈ വടക്കൻകൂർ രാജാക്കന്മാരിൽ വളരെ പ്രഗത്ഭനായ രാജാവാണ്. ആ രാജാവിൻ്റെ പേര് ഗോദവർമ്മ രാജ എന്നായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ എന്നെ പരിചയപ്പെട്ട വടക്കൻകൂർ രാജാവിൻ്റെ പേര് ഗോദവർമ്മ. ഞാൻ പറഞ്ഞു, പഴയ രാജാവിൻ്റെ അതേ പേരാണല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ ഗോദവർമ്മ രാജ അസാധ്യ ഭരണാധികാരിയായിരുന്നു. ഗോദവർമ്മ രാജയുടെ ഭരണക്രമത്തെപ്പറ്റി വളരെ കൃത്യമായി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ബ്രഹ്മ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാജാവിൻ്റെ കഴിവുകളൊക്കെ ആയിട്ട് പറയുകയാണ്. അപ്പോൾ കടുത്തുരുത്തിയിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പള്ളിപ്പാട്ടെന്നൊരു പാട്ടുണ്ടാക്കി. പല രൂപത്തിലുണ്ടത് പള്ളിപ്പാട്ട്. ഈ പള്ളിപ്പാട്ടിൽ വളരെ ഭംഗിയായിട്ട് ഒരു നന്ദി പറയുന്ന രാജാവാണ് ഗോദവർമ്മ രാജാവ്. കാരണം ക്രിസ്ത്യാനികളുടെ പാട്ടിൽ അവർക്ക് പള്ളി വെച്ച് കൊടുക്കാനും അവർക്ക് സ്ഥലം വെച്ച് കൊടുക്കാനും സഹായിച്ച ഗോദവർമ്മ രാജയെ പറ്റി വളരെ പുകഴ്ത്തിയിട്ടാണ് ക്രിസ്ത്യാനികളുടെ പള്ളിപ്പാട്ടിൽ പറയുന്നത്. അന്നത്തെ സാഹിത്യകൃതികളായ 6 കൃതികളിലും ഗോദവർമ്മ രാജയുടെ പേര് പറയുന്നുണ്ട്. പ്രഗത്ഭനായ ഗോദവർമ്മ രാജയുടെ ഭരണം. ഗോദവർമ്മ രാജാവ് ഈ എക്കണോമിക്സിൽ ഭയങ്കര മിടുക്കനായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാനും അവിടുന്ന് ടാക്സ് കളക്ഷൻ കൂട്ടാതെ തന്നെ വരുമാനം ഉണ്ടാക്കാനും അങ്ങനെ വടക്കൻകൂറിനെ സമ്പൽ സമൃദ്ധമായ രാജ്യം ഉണ്ടാക്കാനും പറ്റി. അപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇത്ര പുകഴ്ത്തി പാടണമെങ്കിൽ അസാധ്യയുടെ ഭരണാധികാരിയാണെന്നുള്ള സംശയമൊന്നും വേണ്ട. ഈ ഗോദവർമ്മ രാജാവിൻ്റെ ഭരണമാണ് വാസ്തവത്തിൽ ഈ പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും ഇത്ര അസൂയ ഉണ്ടാക്കിയത്. കാരണം സമ്പൽ സമൃദ്ധമായ രാജ്യം. ഇവനെ എതിർത്ത് നോക്കി പോർച്ചുഗീസുകാർ, അനുകൂലിച്ച് നോക്കി ഡച്ചുകാർ. വളരെ ശ്രദ്ധേയമായി ഇവിടെ നടക്കുന്ന സംഭവം ഉണ്ടായി. ഇനി കടുത്തുവിടുന്ന ചരിത്രം പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായി പറയാനുള്ളത്, ഇവിടുത്തെ ആദിവാസികളുടെ ചരിത്രമുണ്ട്, നായന്മാരുടെ ചരിത്രമുണ്ട്, ബ്രാഹ്മണരുടെ ചരിത്രമുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ
വൈക്കം, കടുത്തുരുത്തി തുടങ്ങിയ ക്ഷേത്രങ്ങൾ, തൊടുപുഴ ക്ഷേത്രം, മഹത്തായ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ ചരിത്രം ഇതിൻ്റെ ഒരു ഭാഗമാണ്, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ അതിൽ ശ്രദ്ധേയമായ ഭാഗമാണ് കടുത്തുരുത്തിയിൽ ക്രിസ്ത്യാനികൾ വന്ന ഒരു വരവ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ക്നാനായക്കാരുടെ വരവാണ്. ക്നാനായക്കാരുടെ ചരിത്രം ജീവിച്ചിരിക്കുകയാണ്. AD 345 വന്നു എന്നൊക്കെ. അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ തല്ലാൻ വരും. സത്യം അങ്ങനെയല്ല. ഹിജ്റ 345 അവർ വരുന്നത്. അവരുടെ പാട്ടിൽ അവർ പറയുന്ന, അവർ വന്നപ്പോൾ കൊച്ചിയിൽ രാജാവ് സ്വീകരിച്ചു, അവരെ വെടിക്കെട്ട് നടത്തി സ്വീകരിച്ചു എന്നൊക്കെയാണ് ആ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി രാജ്യം എന്നൊരു രാജ്യം AD 345 ഇല്ല. അപ്പോൾ തുരുത്തെന്ന വാക്കിന് തമിഴ് ഭാഷയിൽ തുറമുഖം എന്നർത്ഥമില്ല. അതുകൊണ്ടാണ് കടുത്തുരുത്തി തമിഴ് ഭാഷയുടെ കാലത്ത് വന്നിട്ടുള്ള വാക്കല്ല. തമിഴ് ഭാഷയിൽ എന്നെ വിളിക്കുന്നത് കളം എന്നാണ്. കളം. അപ്പോൾ 2 പ്രസിദ്ധമായ തുറമുഖങ്ങളാണ്. ഒന്ന് കൊടുംകളമൂർ, വലിയ തുറമുഖം. അത് മലയാളത്തിൽ വന്നു കൊടുങ്ങല്ലൂർ എന്നായി. കൊടുംകളമൂർ, വലിയ തുറമുഖത്തെ മലയാളത്തിൽ കൊടുങ്ങല്ലൂർ എന്ന് വിളിച്ച്, അവർ മലയാള ഭാഷയാക്കുമ്പോൾ വലിയഴി എന്ന് വിളിച്ച്, വലിയ തുറമുഖം. എന്നാൽ രണ്ടാമത്തെ തുറമുഖം ഇളം കളം ഊർ, ചെറിയ തുറമുഖം. ഇളമെന്ന് പറഞ്ഞാൽ ചെറുതെന്ന് അർത്ഥമുണ്ട്, രണ്ടാമത് പിന്നീട് വന്നെന്ന് അർത്ഥമുണ്ട്. ഏതർത്ഥത്തിലാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇളം കളം ഊർ. അപ്പോൾ അറബിക്കടൽ റാണി എന്ന് പറയുന്ന കൊച്ചി തുറമുഖം. അന്നത്തെ കൊച്ചി തുറമുഖം ഇന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിൽക്കുന്ന സ്ഥലമാണ്. കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിൽക്കുന്ന സ്ഥലമാണ് ഈ അറബിക്കടൽ റാണി എന്ന് പറയുന്ന തുറമുഖം. അപ്പോൾ ഇതിനെ കൊച്ചഴി എന്ന് വിളിച്ചു. കൊച്ചഴി എന്നുള്ള വാക്കാണ് കൊച്ചിയായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഈ വലിയഴി എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ, അവിടെ ക്രിസ്ത്യാനികൾ ലാൻഡ് ചെയ്തു. ക്രിസ്ത്യാനികൾ ലാൻഡ് ചെയ്ത് വളരെ വടക്കങ്കൂർ, തെക്കങ്കൂർ, വടക്കം ഭാഗം, തെക്കും ഭാഗം നിരൂപണം ഒക്കെ വളരെ ശക്തമായ നിരൂപണമാണ്. ഞാൻ കത്തോലിക്കനാണെങ്കിൽ ഞാനത് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ക്നാനായക്കാരും കത്തോലിക്കുന്ന വഴക്കുള്ള ഒരു ഏരിയയാണ്. പക്ഷേ AD 1353 ആണ് കൊടുങ്ങല്ലൂർ നശിക്കുന്നത്. AD 1533 വലിയ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ നശിക്കുന്നു. അപ്പോൾ കൊടുങ്ങല്ലൂർ ദേശത്ത് നിന്ന് ക്നാനായക്കാർ, അവിടുത്തെ കച്ചവടക്കാരായ ക്നാനായക്കാർ വലിയ അളവിൽ കുടിയേറി കടുത്തുരുത്തി, കോട്ടയം, ചിങ്ങവനം, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിലോട്ട് കുടിയേറി പാർക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ ക്നാനായ തൊമ്മൻ വന്ന കാലഘട്ടം കൊച്ചി തുറമുഖം ഉണ്ടായ 800-ാം ആണ്ടിന് ശേഷമേ വരാൻ പറ്റൂ. 2, വെടിമരുന്ന് എമ്മാണ് കേരളത്തിൽ വന്നത്. വെടിമരുന്ന് ചൈനക്കാരുണ്ടാക്കിയ ശേഷം കേരളം വിസിറ്റ് ചെയ്ത മാഹുവാൻ എന്ന് പറയുന്ന യാത്രക്കാരനാണ് വെടിമരുന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ക്നാനായത്തമ്മ വന്നപ്പോൾ വെടിക്കെട്ട് നടത്തണമെങ്കിൽ അത് 840 ശേഷമാണ്. അപ്പോൾ ക്നാനായക്കാർ അറബി ദേശത്ത് താമസിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം ഹിജ്റയിലാണ്. കാരണം ക്രിസ്ത്യാനി AD BC ഒക്കെ പഠിച്ചത് 1584 ശേഷം. അതിന് മുമ്പ് ഇവിടെ AD BC ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അവർ ഹിജ്റ 345 വന്നു. അതായത് AD 962 62-അടുത്താണ് ക്നാനായക്കാർ കേരളത്തിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ തല്ലല്ലേ ഒന്നും ഞാൻ പറഞ്ഞ ക്നാനായക്കാർ എന്നെ ആക്രമിക്കും ഇപ്പോൾ. അപ്പോൾ AD 965 ക്നാനായത്തമ്മ വരികയാണ്. ക്നാനായത്തമ്മ വന്നപ്പോൾ അദ്ദേഹം ശരി ഓക്കെ ക്നാനായക്കാർ വന്നു. അവരോട് വന്നപ്പോൾ ഒരുപാട് സാധനം കൊണ്ടുവന്നു. അവർ നമ്മുടെ പന കൊണ്ടുവന്നു, ആഹാര സാധനങ്ങൾ പുതുത് കൊണ്ടുവന്നു, അവരുപയോഗിക്കുന്ന അപ്പം കൊണ്ടുവന്നു. നമുക്കൊരു അരിയപ്പം ഉണ്ടാക്കാനായിരുന്നു. അവരതിനകത്ത് കള്ളൂടെ ചേർത്ത് കള്ളപ്പമാക്കി, പിന്നെ അച്ചപ്പം, കുഴലപ്പം മുതലായ സാധനങ്ങൾ ഈ കപ്പലിൽ പോകുമ്പോൾ തിന്നാൻ വേണ്ടി അവർ ഉണ്ടാക്കി. പെട്ടെന്ന് കേടവരാതെ ഉണ്ടാക്കി. അങ്ങനെ ക്നാനായക്കാർ വലിയ സംഭവമാണ് ഈ നാട്ടിലെ. ആ ക്നാനായക്കാർ വന്ന ശേഷം അവരുടേതായ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവരോട് വ്യാപിച്ചു. അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു കടുത്തുരുത്തി. അത് 1353 ശേഷമാണ് ഈ കൊടുങ്ങല്ലൂർ തുറമുഖം നശിച്ച ശേഷം. പിന്നെ ഇവിടുന്ന് 1600-ാം ആണ്ടിനടുത്താണ് കോട്ടയത്ത് താഴ്ത്തങ്ങാടിയിലെ ക്നാനായ പള്ളി വരുന്നത്, വലിയ പള്ളി വരുന്നത്. പിന്നെ അങ്ങോട്ട് ചിങ്ങവനവും റാന്നി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ഈ അറബിക്കടലിൻ്റെ പഴയ പേര് ഉദരപ്പെരുവെള്ളം, അക്കരെ കാണാൻ പറ്റാത്ത വെള്ളം എന്നായിരുന്നു. പക്ഷേ ഖലീഫ ഉമറിന് ശേഷം AD 650 ശേഷം ഈ നേവൽ കപ്പാസിറ്റി അറബികൾ ഏറ്റെടുത്തു. കാരണം ഹിന്ദുക്കൾ 2 കുഴപ്പമുണ്ടാക്കി. കടൽ കടന്നു പോയാൽ ജാതി പ്രശ്നവും. അതോടുകൂടി ഹിന്ദുക്കൾ നേവിയിൽ ചേരാതായി. അപ്പോൾ മറ്റു രാജ്യങ്ങൾ എന്താ സംഭവിക്കുന്നത് ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ മുസ്ലിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. മുസ്ലിങ്ങൾ മരുഭൂമിയിൽ ഉണ്ടായവരാണെങ്കിലും അവർ ആ നേവൽ ആർക്കിടെക്ചർ ഏറ്റെടുത്തു. അങ്ങനെ ഉദരപ്പരലുള്ള നമ്മുടെ സംഘകാലത്തിൽ വിളിക്കുന്ന കടലിനെ അറബിക്കടൽ എന്ന് വിളിച്ചു. ആ അറബിക്കടലിൽ നിന്ന് വിളിച്ച കടലിനകത്തൂടെ ക്നാനായക്കാരാണ് നമ്മുടെ ബിസിനസ് യൂറോപ്പിലും ലോകരാഷ്ട്രങ്ങളിലും എത്തിച്ച അത്ഭുതകരമായ സംഭവം. അപ്പോൾ ആ ട്രേഡിനകത്ത് കടുത്തുരുത്തി വഹിച്ച വലിയ പങ്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഗവർണർ വരാതായി ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാനിങ്ങനെ പ്രസംഗിച്ച 2-3 മണിക്കൂർ പ്രസംഗിച്ചു. ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾ ഈ ചരിത്രം എഴുതുമ്പോൾ ഈ കെട്ടുകഥകളും ഐതിഹ്യവും മാത്രം എഴുതി ചരിത്രമെന്ന് പറഞ്ഞു കളയരുത്. സത്യസന്ധമായ ആദിവാസികളുണ്ടായ കാലം മുതൽ
എങ്ങനെ കടുത്തുരുത്തി ഉണ്ടായി, ഈ ദേശം എങ്ങനെ ഉണ്ടായി, കടലെപ്പഴ പുറകോട്ട് മാറിയത്, ഇവിടെ ക്രിസ്ത്യാനികൾ വന്നതെന്നാണ്, ക്നാനാക്കർ വന്നതെന്നാണ്, നായർ പട്ടാളം ഉണ്ടായത് എങ്ങനെയാണ്, വടക്കൻകോട് രാജ്യം എങ്ങനെയാണ് ഇവിടുത്തെ വലിയ രാജ്യമായത്, എറണാകുളത്തിൻ്റെ തെക്കൻ ഭാഗം കോട്ടയം ജില്ലയുള്ള വിശാലമായ രാജ്യമായത്, പോർച്ചുഗീസുകാർ എങ്ങനെ തോൽപ്പിച്ചു, ഗോൺസാൽവസിനെ എങ്ങനെ കൊന്നു, അത് കഴിഞ്ഞ മാർത്താണ്ഡവർമ്മയുടെ ആക്രമണം വരുന്നവരെ 600 വർഷം ഈ രാജ്യം ഭരിച്ച വടക്കൻ രാജാക്കന്മാരുടെ മഹത്തായ ചരിത്രം നിങ്ങൾ രേഖപ്പെടുത്തി സത്യസന്ധ ചരിത്രമായി ലോകത്തെ അറിയിക്കാൻ ഈ സെമിനാർ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.